ലൈനർ പ്രോജക്റ്റിന്റെ ഭാഗമായി സെപ്റ്റംബർ 11, 1999 കണ്ടെത്തിയ ഒരു ചിഹ്നഗ്രഹം അല്ലെങ്കിൽ ആസ്ട്രോയിഡാണ് ആസ്ട്രോയിഡ് ബെനു. ഒരു കാർബണേഷ്യസ് ആസ്ട്രോയിഡായിട്ടാണ് ആസ്ട്രോയിഡ് ബെനുവിനെ കണക്കാക്കുന്നത്. കാർബണേഷ്യസ് ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ അവയുടെ ഘടനയിൽ വലിയ അളവിൽ കാർബൺ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവയെ കാർബണേഷ്യസ് ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. ബെനുവും അത്തരത്തിലൊരു ആസ്ട്രോയിഡാണ്. 2178-നും 2290-നും ഇടയിൽ ആസ്ട്രോയിഡ് ബെനു ഭൂമിയുമായി ഒരു കൂട്ടിയിടി ഉണ്ടാകാം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. സൂര്യൻ, സൃഷ്ടി, പുനർജന്മം എന്നിവയുമായി ബന്ധപ്പെട്ട പുരാതന ഈജിപ്ഷ്യൻ പുരാണ പക്ഷിയായ ബെനുവിൻ്റെ പേരിലാണ് ഈ ആസ്ട്രോയിഡ് അറിയപ്പെടുന്നത്. ഏകദേശം 490 മീറ്ററാണ് ബെനു എന്ന ആസ്ട്രോയിഡിൻ്റെ ഡയമീറ്റർ. ഈ ആസ്ട്രോയിഡിനെ പഠിക്കുവാനായിട്ട് 2016 നാസയുടെ ഒസൈറിസ് റെക്സ് എന്ന ബഹിരാകാശ പേടകത്തെ ബെനു എന്ന ആസ്ട്രോയിഡിലേക്ക് അയക്കുകയുണ്ടായി. ബെനു എന്ന ആസ്ട്രോയിഡിനെ പറ്റി കൂടുതലായി പഠിക്കുക, അവയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുക എന്നിവയായിരുന്നു ഇവയുടെ ലക്ഷ്യങ്ങൾ. ബെനു എന്ന ആസ്ട്രോയിഡിൽ കാർബണിൻ്റെ അളവ് വളരെ കൂടുതലായിരുന്നു. കാർബൺ മാത്രമല്ല, നൈട്രജൻ, മറ്റ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ, പൊടിപടലങ്ങൾ എന്നിവയെല്ലാം ആയിരുന്നു ബെനു ആസ്ട്രോയിഡിൽ ഉണ്ടായിരുന്നത്. സാമ്പിളുകൾ അടങ്ങിയ ക്യാപ്സൂൾ 2023 സെപ്റ്റംബറിൽ ഭൂമിയിൽ സക്സസ്ഫുള്ളായി എത്തിക്കുകയും ചെയ്തു. ഒസൈറിസ് റെക്സിൻ്റെ ആദ്യ വിശകലനത്തിൽ കാർബൺ, നൈട്രജൻ, ഓർഗാനിക് സംയുക്തങ്ങൾ, പൊടി എന്നിവയാണ് ഒസൈറിസ് ബെനു എന്ന ആസ്ട്രോയിഡിൽ കണ്ടെത്തിയത്. ഇവയെല്ലാം തന്നെ ജീവന് അത്യാവശ്യമായ ഘടകങ്ങളാണ്. കളിമൺ ധാതുക്കളാൽ സമ്പുഷ്ടമാണ് ബെനു എന്ന ആസ്ട്രോയിഡ്. അതിൽ തന്നെ സർപ്പൻറ്റൈൻ എന്നതാണ് ഏറ്റവും കൂടുതലായി ഉള്ളത്. അതുമാത്രമല്ല, മഗ്നീഷ്യം, സോഡിയം ഫോസ്ഫേറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബെനു എന്ന ആസ്ട്രോയിഡ് പുരാതനവും ചെറുതും പ്രാകൃതവുമായ ഏതോ സമുദ്ര ലോകത്തു നിന്നും പിളർന്നതായിരിക്കാം എന്നാണ് ഇത് സൂചന നൽകുന്നത്. എന്നാൽ ഒസൈറിസ് റെക്സ് എന്ന ബഹിരാകാശ പേടകം ബെനുവിൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഇതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ സാമ്പിളുകൾ ഭൂമിയിലേക്ക് വന്ന് പരിശോധിച്ചതിലാണ് ഇതിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായത്. 2020 ജാക്സയുടെ ഹയാബുസ 2 എന്ന ദൗത്യം ആസ്ട്രോയിഡ് രഗ്ഗുവിൽ നിന്നും സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അവയിലും സമാനമായ ഫോസ്ഫേറ്റ് കണ്ടെത്തിയിരുന്നു. എന്നാൽ അവയിൽ കണ്ടെത്തിയതിനേക്കാളും കൂടുതൽ പരിശുദ്ധിയിലായിരുന്നു ബെനു എന്ന ആസ്ട്രോയിഡിൽ കണ്ടെത്തിയത്. അതാണ് ഇതിനെ വേറിട്ട് നിൽക്കുന്നത്. ജാക്സ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് സ്പേസ് ഏജൻസിയാണ് ജാക്സ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, പരീക്ഷണങ്ങളിൽ കൂടി കണ്ടെത്തിയത് കാർബണേറ്റുകൾ, അയൺ ഓക്സൈഡ്, അയൺ സൾഫൈഡ് തുടങ്ങിയ വിവിധ തരം ധാതുക്കളും വളരെയധികം അപ്രതീക്ഷിതമായി വെള്ളത്തിൽ ലയിക്കുന്ന ഫോസ്ഫേറ്റുകളുടെ സാന്നിധ്യവും ഇതിൽ അവർ കണ്ടെത്തി. ഈ സംയുക്തങ്ങൾ ഇന്ന് ഭൂമിയിൽ അറിയപ്പെടുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ബയോകെമിസ്ട്രിയുടെ ഘടകങ്ങളാണ്. ബെനു എന്ന ആസ്ട്രോയിഡിലെ മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും ഫോസ്ഫേറ്റുകളുടെയും സാന്നിധ്യം ഈ ആസ്ട്രോയിഡിന് ജലസമൃദ്ധമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നിട്ടും ബെനു എന്ന ആസ്ട്രോയിഡ് കെമിക്കലി ഒരു പ്രിമിറ്റീവ് ആസ്ട്രോയിഡ് എന്ന് വേണമെങ്കിൽ പറയാം. ബെനു എന്ന ആസ്ട്രോയിഡിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ അനുപാതം നമ്മളുടെ സൂര്യനുമായി വളരെയധികം സാമ്യമുള്ളതാണ്. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ സൗരയൂഥത്തിൻ്റെ ആദ്യ നാളുകളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ പരീക്ഷണങ്ങൾ വഴി മനുഷ്യൻ സാധ്യമാക്കിയത്. ഇത് ചൂണ്ടിക്കാട്ടുന്നത് ഭൂമിയിലുള്ള ജീവൻ ഉണ്ടായത് ഒരുപക്ഷെ നമ്മളുടെ ശൂന്യാകാശത്ത് നിന്നുമാകാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.